നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വണ്ടി വീണ്ടും പണം മുടിക്കല്ലോ. പൂജ തുടങ്ങുന്ന ദിവസം തന്നെ മാർഗദർശം. ഭഗവാനെ, ശ്രീ പരമേശ്വര, ഞങ്ങളുടെ ദോഷ നിവാരണത്തിനുള്ള മഹാശിവലിംഗ പൂജ ഇന്ന് തുടങ്ങുക. അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവണേ. തടസ്സങ്ങളൊന്നും കൂടാതെ 7 ദിവസവും പൂജ പൂർത്തിയാക്കാൻ സാധിക്കണേ. ശ്രീ മഹേശ്വര ഭഗവാനെ, അനുഗ്രഹിക്കണേ. നിധിയും ഗൗതവും ഇന്ന് പൂജ തുടങ്ങാൻ പാടില്ല. എന്ത് ചെയ്തിട്ടായാലും ഈ പൂജ തടയണം. എങ്ങനെ തടയും? തടഞ്ഞേ പറ്റൂ. നിധിയെ പുറത്തു വിടാതിരുന്ന പൂജ മുടങ്ങും. അവിടെ ഇതിനകത്ത് പൂട്ടിയിട്ടിട്ടായാലും പൂജ മുടക്കണം. അവള് പ്രാർത്ഥിക്ക് എന്നെ തകർക്കാൻ. അതിനു മുൻപ് നിന്നെ ഞാൻ തകർക്കൂടി. ഇവളെ എന്ന പൂജയ്ക്ക് വിടരുത്. അതിനെന്താ വഴി? ഇതാണ് പറ്റിയ അവസരം. നീ ഇന്ന് അവിടെ കിടക്കടി. ഇന്ന് നീ പൂജയ്ക്ക് പോകണ്ട. ശിവാനെ തീരുമാനിച്ചിരിക്കുന്നു. നീ അവിടെ കിടക്ക്. ഒന്ന് തുറക്ക്. എടുക്കുന്നില്ലല്ലോ. ആരെങ്കിലും ഒന്ന് തുറക്കുവോ? ഹലോ. ഇന്നിവിടെ നിന്ന് നീ പുറത്ത് പോയില്ലടി. നിന്റെ പൂജ ഇന്നും മുടങ്ങിയിരിക്കും. ചേച്ചി, ഈ ഡോർ എങ്ങനെയാ ലോക്കായേ? താക്കോൽ അകത്തുണ്ടോ നോക്കിയേ ചേച്ചി. താക്കോലൊന്നും ഇവിടെ ഇല്ല. നോക്ക്. പുറത്തുനിന്ന് ആരും പൂട്ടിയതാ. പുറത്തുനിന്ന് ആര് പൂട്ടാനാ? എനിക്കറിയില്ല.
നിധിയുടെ റൂം ആരാ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത്? അത് ആരാ ചെയ്തെന്ന് അറിയില്ല മാം. മാം, ആരെങ്കിലും ചെയ്യാതെ പുറത്തൊന്നും ലോക്ക് ആവില്ലല്ലോ. തുറക്ക്. രണ്ടാമതൊരു താക്കോല് മാഡത്തിന്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ എല്ലാ മുറികളുടെയും സ്പെയർ കീ സൂക്ഷിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സംശയമായിരുന്നല്ലോ. ഇപ്പൊ അത് ഉപകാരമായില്ലേ? നിധി ചേച്ചി വല്ലാതെ ടെൻഷനായല്ലോ. റൂം ലോക്ക്ഡായപ്പോ ശരിക്കും ടെൻഷനായി പോയി. പൂജയ്ക്ക് പോകേണ്ടതല്ലേ? ഇറങ്ങാൻ ലേറ്റ് ആയാ പൂജയ്ക്ക് എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് പേടിച്ചു. ഇപ്പൊ ആ പേടിയെല്ലാം മാറിയല്ലോ. ഇനി കൃത്യസമയത്ത് തന്നെ ഇറങ്ങാലോ. അല്ല, ഈ ഡോറ് പുറത്തുനിന്ന് ഒരാൾ ലോക്ക് ചെയ്യണമെങ്കിൽ താക്കോല് ഡോറിൽ തന്നെ ഉണ്ടായിരുന്നോ? താക്കോല് ഡോറിൽ തന്നെ ഉണ്ടായിരുന്നോ അകത്തായിരുന്നോ സൂക്ഷിച്ചെന്ന് എനിക്ക് സംശയമുണ്ട്. ഇറങ്ങാനുള്ള തിരക്കിനിടയില് ഞാൻ താക്കോല് ഡോറിൽ ഇട്ടതായിരിക്കും. ശ്ശോ. അല്ല, അങ്ങനെയെങ്കിൽ ഡോർ ആരാ പുറത്തുനിന്ന് പൂട്ടിയത്? അതെ, നിധി ചേച്ചിയെ റൂമിൽ പൂട്ടിയിടേണ്ട ആവശ്യം ആർക്ക്? ആ അലീനയായിരിക്കും ഇത് ചെയ്തത്. ആ കുട്ടി എന്തിനാ ഇത് ചെയ്യുന്നത്? അവൾക്കതിന്റെ ആവശ്യം എന്താ? ചേച്ചി അലീനെ പരിചയപ്പെട്ടെങ്കിലും ഒന്ന് മുട്ടാൻ അവൾക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തതേ ഞങ്ങള് ചേച്ചിയുടെ കൂടെ ഉള്ളതുകൊണ്ടാ. അങ്ങനെയെങ്കിൽ ചേച്ചിയെ പേടിപ്പിക്കാൻ അലീന ഒരു പൊടിക്കൈ പ്രയോഗം നടത്തിയത് തന്നെയാ. അലീന തന്നെ ആയിരിക്കോ അതോ വേറെ ആരെങ്കിലും? വേറെ ആര് ചെയ്യാനാ? അലീന തന്നെ ആയിരിക്കും. വേറെ ആർക്കും അതിന്റെ ആവശ്യം? ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇതിന്റെ പേരില് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. റൂം തുറന്നു കിട്ടിയല്ലോ. അലീനയാണ് ഇത് ചെയ്തതെങ്കിൽ അതിന് തെളിവൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. നിങ്ങൾ ഈ കാര്യം അലീനയോട് ചോദിച്ച് വെറുതെ വഴക്കിനൊന്നും പോകണ്ട. പൂജയ്ക്ക് പോകാനുള്ളതല്ലേ, ലേറ്റാക്കണ്ട. ഇറങ്ങാൻ നോക്ക്. നീ രക്ഷപ്പെട്ടു അല്ലേ? ഇവിടെ നിന്ന് നീ രക്ഷപ്പെട്ടു പോയാലും മുടക്കില്ലെത്ത് നിന്റെ പൂജ നടക്കില്ലടി.